പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 18 വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിൽ 21 തിരുവചനം പറയുന്നു, കർത്താവിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു, തിന്മ ചെയ്ത് ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല. അടുത്ത 30 തിരുവചനം, കർത്താവിന്റെ മാർഗം അവികലമാണ്, തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയാണെന്ന് പറയുന്നു. ഇതാ സ്നാപക യോഹന്നാൻ സത്യത്തിന്റെ മാർഗത്തിലൂടെ ചരിച്ചു. ആദ്യത്തെ സുവിശേഷ പ്രഘോഷകനായി മാറി. ഫലമോ രക്തസാക്ഷിത്വമായിരുന്നു. എങ്കിലും ഇന്നും സ്നാപകന്റെ പ്രഭാഷണം അനേകരെ ശക്തിപ്പെടുത്തുന്നില്ലേ? പത്രോസ് പന്തക്കുസ്തായ്ക്ക് ശേഷം ആദ്യ പ്രസംഗത്തിൽ 3000 പേരിലാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകാൻ ദൈവം ഇടയാക്കിയത്. പത്രോസ് സ്ഥിരനായ ഒരു സുവിശേഷ പ്രഘോഷകനായി മാറി. പൗലോസ്ലീഹ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണപ്പോഴാണ് യേശുവിനെ തിരിച്ചറിയുന്നത്. വീണ്ടും 3 പ്രേക്ഷിത യാത്രകളാണ് ജീവൻ പണയം വെച്ചുകൊണ്ട് പൗലോസ്ലീഹ യേശുവിന് വേണ്ടി നടത്തിയത്. ജീവിതത്തില് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തളരരുത്.